ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തോരനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം 2 ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി വാടുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഉള്ളി പെട്ടെന്ന് വാടും ഉപ്പിട്ട് കൊടുത്താൽ, അതുകൊണ്ടാണ്. ശേഷം നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായി അരിയണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇടാം, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ആവശ്യത്തിന് വേണ്ട മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ പൊടികൾ. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കിയിരുന്നു, അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസായ മുട്ട ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം വീണ്ടും നല്ല മിക്സ് ചെയ്യാം. ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം മുട്ടത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.